ഇപ്പോൾ നിയുക്ത എം പി ഷാഫി പറമ്പിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമങ്ങളെ കാണുകയാണ്. അവരെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന അവസാന ശ്രമമാണത്. ആ ഫേസ്ബുക്ക് അഡ്മിന്മാരെ വിളിച്ച് ചോദിച്ചാൽ അറിയില്ല ഇത് എവിടുന്ന് ആ സാധനം കിട്ടിയെന്നുള്ളത്. അല്ലെങ്കിൽ ഇവർ ഫോൺ പരിശോധിച്ചെന്ന് പറയുന്ന KK ലതിക ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചാൽ അവരിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ഇത് എവിടുന്നാ കിട്ടിയതെന്ന്. അല്ല, ഞങ്ങൾ അതിന്റെ നിയമ പോരാട്ടം തുടരും. രാഷ്ട്രീയമായി ഇതിനെ തുറന്നു കാണിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം തന്നെ ലീഗലായി ഇതാരാണ് ചെയ്തതെന്ന് ഈ നാടിന് അറിയണം. ഇതിൽ നാട് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയ ബോധം. ഈ കള്ളപ്രചരണങ്ങളെ പരിപൂർണമായി തള്ളിക്കളഞ്ഞ് അതിന് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത. അതാണ് വടകരയിലെ ജനങ്ങൾ, അതാണ് വടകരയിലെ വോട്ടർമാർ. പോരാളി ഷാജി എന്നീ പേജുകളിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത്. ഈ പേജുകളുടെ അഡ്മിൻ ആരാണെന്ന് അറിയില്ല. അവർ സ്വയം വെളിപ്പെടുത്തണമെന്നാണ് CPM നേതാക്കൾ തന്നെ പറയുന്നത്. ഒരു അജ്ഞാതമായ ഉറവിടം അത് ആരുടേതാണെന്ന് അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ അജ്ഞാതമായ ഉറവിടത്തിൽ നിന്ന് വന്ന സാധനം ഒരു മുൻ MLA ജില്ലാ സെക്രട്ടറി ആയിട്ട് ബന്ധമുള്ള ഒരാൾ സ്വന്തം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എന്തൊരു വർഗീയതയാണ്ടോ ഇത് എന്നൊക്കെ എന്നോട് ചോദിക്കുക. ചോദ്യം കണ്ണാടി മുമ്പിൽ നിന്ന് ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കണ്ട. ഇത് ആളും അർത്ഥവും നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്ത അഡ്മിൻ ആണെങ്കിൽ ആ അഡ്മിനിൽ വന്ന ഒരു സാധനത്തിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നേരിട്ട് ചോദിക്കുക, എതിരാളിയെ കാഫിർ എന്ന് വിളിച്ചിട്ട് എന്തൊരു മതേതരത്വമാണ് ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നതെന്ന് സ്ഥാനാർത്ഥിയെ ചോദിക്കുന്നത്. ഇവർക്ക് അറിയാത്ത അഡ്മിൻ ആണെങ്കിൽ ആ അഡ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിന്റെ പേരിൽ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും എതിരാളിയെ കാഫിറാക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന് എന്ന പേരിൽ LDFന്റെ CPMന്റെ പരിപാടി വടകരയിൽ നടക്കുക. ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നെ പ്രത്യേകിച്ച് എന്നെ ഒരു വർഗീയവാദിയാക്കി ഇപ്പോഴും ഒരു മുൻ MLAയുടെ പോസ്റ്റിൽ കിടക്കുന്നുണ്ട്, ഷാഫി പറമ്പിൽ എന്ന വർഗീയവാദിയെ ഒറ്റപ്പെടുത്തണം, ആ ചാപ്പ എൻ്റെ മേൽ വീഴില്ല എന്നുള്ളത് ഉറച്ചു പറഞ്ഞത് ഞാൻ ഹരിശ്ചന്ദ്രനായതുകൊണ്ടോ ഞാൻ നിഷ്കളങ്കത അഭിനയിക്കുന്നതുകൊണ്ടോന്നല്ല, ഞാൻ ഈ തെമ്മാടിത്തരം കാണിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. ഞങ്ങൾ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു മോശപ്പെട്ട പ്രവൃത്തി നടത്തിയിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. ആവശ്യമുള്ളപ്പോൾ തലോടി വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കുക. തിരിച്ചടി നേരിടുമ്പോൾ ബന്ധവും അഡ്മിനും അറിയില്ല എന്ന് പറയുക. ആ ഇരട്ടത്താപ്പ് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും. ഇപ്പോൾ ഇവർക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ വന്നതിനെ ഏറ്റുപിടിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിൽ എനിക്കെതിരെ പറയല്ലേ. ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രചരണം നടത്തുകയല്ലേ. പരാമർശത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നിയുക്ത MP ഷാഫി പറമ്പിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത്. കാഫിർ എന്ന ചാപ്പ തൻ്റെ മേൽ ചുമത്താൻ വലിയ ശ്രമം നടന്നു. അത് തൻ്റെ മേൽ വീഴില്ല എന്ന് പറഞ്ഞത് അത്രയധികം ഉറപ്പുള്ളതുകൊണ്ടാണ്. ആവശ്യമുള്ളപ്പോൾ വളർത്തി വലുതാക്കുകയും പിന്നീട് തിരിയുമ്പോൾ അവയെ തള്ളിക്കളയുകയും ചെയ്തത് CPMന്റെ നിലപാടാണ് എന്നും ഷാഫി പറമ്പിൽ പറയുന്നു. കാഫിർ പരാമർശത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് തന്നെ പോകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നു.